നിങ്ങൾ ആരെങ്കിലും ഈ പപ്പായ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകയും വേണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമേ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്തു നോക്കാം. പിന്നെ അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ ഒരു 8-10 ചെറിയുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചു. വറ്റൽമുളകാണ് അതിൻ്റെ എരിവിന്, അതും ചതച്ച് വെച്ചു. കുറച്ച് കറിവേപ്പില, കുറച്ച് തേക്കത്ത്, പിന്നെ ഉപ്പ്, എല്ലാം കൂടെ. കുറച്ച് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം, വായോ. ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ. പപ്പായ നമ്മൾ ഇതാണ്ടതേ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത്. ഇനി ഇതാ എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുക്കാവേ. ഇനി കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ തേങ്ങാക്കൊത്ത് തിന്നിട്ടെ. തേങ്ങാക്കൊത്തൊന്ന് ചുമന്ന് വന്നാൽ മതി. തേങ്ങാക്കൊത്തൊന്ന് ചുമന്ന് വന്നപ്പോൾ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തേ. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളി തൊലിയടക്കം ചതച്ച് വെച്ചതാണ്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഇതും കൂടെ ഒന്ന് റെഡിയായി വരുമ്പോൾ അതാ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തേ. വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ കുരുമുളക് പൊടിയും ചേർത്ത്. ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വന്നപ്പം വറ്റൽമുളക് ചതച്ച് ഇട്ടു. ആ കൂടെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തു. ഇനി നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം കേട്ടോ. പപ്പായ ഇട്ട് കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അതിന് ശേഷം നല്ലപോലെ ഇളക്കി മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ പപ്പായ മെഴുക്ക് വരട്ടി ഒന്ന് തുറന്ന് നോക്കാം. ദാ ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിക്കാവുള്ളേ. കാര്യം വെച്ചാൽ പപ്പായ വെന്തു പോകരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം. എന്നാൽ വേവുകയും വേണം കേട്ടോ. ഉപ്പൊന്ന് നോക്കാവേ. ഉപ്പൊക്കെ ഉണ്ട്. ഒന്നുകൂടെ മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ പപ്പായ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ. അങ്ങനെ നമ്മുടെ പപ്പായ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകിടിച്ച മെഴുക്കുവരട്ടി. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.